നമഃ ശിവായ. ഹര ഹര മഹാദേവ. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. ആദികാലം മുതൽക്കേ ഹൈന്ദവർ ആരാധിച്ചു വരുന്ന പിതൃദൈവമാണ് ശിവൻ. ത്രിമൂർത്തികളിൽ ഒരാളായ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. മൃത്യുഞ്ജനായ മഹാദേവന്റെ അധികമാരും കേൾക്കാത്ത ഒരു കഥ മഹാശിവരാത്രി ദിനമായ ഇന്ന് നമുക്ക് കേൾക്കാം. ഇന്നലെ ദൃശ്യമാധ്യമങ്ങളുടെ അതിപ്രസരങ്ങൾക്കിടയിൽ വേറിട്ട ഒരു അനുഭവമാവട്ടെ ഇത്. ശ്രവണേന്ദ്രിയത്തിലൂടെ ശിവഭഗവാന്റെയും പുണ്യാക്ഷി ദേവിയുടെയും കഥ ശ്രവിക്കാം. ദക്ഷിണ കൈലാസത്തിന്റെ കഥയറിയാം. 7 മലകൾക്കധിപനായി വെള്ളിയങ്കരിയിൽ വാഴുന്ന സ്വയംഭൂവായ പരമേശ്വരന്റെ കഥ. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. മേഘാവൃതമായ ആ മലനിരകൾ കണ്ടു. വെള്ളി കെട്ടിയ ശിഖരങ്ങളുള്ള ആ മലനിരകളിൽ നിന്നും ഉയർന്നു വരുന്ന ആ ഭക്തിസാന്ദ്രമായ ശബ്ദം അതിസുന്ദരിയായ ദേവി പുണ്യാക്ഷിയുടേതാണല്ലോ. മഹാദേവനെ മനസ്സു നിറഞ്ഞു ധ്യാനിക്കുകയാണല്ലോ ദേവി. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. മഹാദേവ, പരമേശ്വര, അങ്ങ് എന്താണ് അടിയന്റെ വിളി കേൾക്കാത്തത്? അങ്ങയുമായി ഒരുമിച്ച് ചേരുക എന്നതാണ് അടിയന്റെ ജീവിതാഭിലാഷം. എല്ലാം അറിയുന്നവനല്ലേ അങ്ങ്. ഈ ഉള്ളവളുടെ അർച്ചന സ്വീകരിച്ചാലും ദേവാ, അവിടുത്തെ പ്രിയപ്പെട്ടവളായി അടിയനെ സ്വീകരിച്ചാലും മഹാദേവ. ശംഭോ മഹാദേവ. എന്താണ് നമ്മൾ ഈ കണ്ടതല്ലേ? അങ്ങകലെ കൈലാസത്തിൽ വാഴുന്ന ദേവനെ പ്രണയിക്കുന്ന അതിസുന്ദരിയായ പുണ്യാക്ഷി. മനസ്സു നിറയെ ഭക്തിയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയവും. അതിസുന്ദരമായ ഈ അനുഭൂതി മഹാദേവനും അറിയുന്നുണ്ടാവുമോ? എല്ലാം അറിയുന്നവനല്ലേ ദേവനല്ലേ, അറിയുന്നുണ്ടാവും. എന്തായാലും നോക്കാം നമുക്ക്. ഹിമഗിരി ശൃംഗങ്ങൾക്കിടയിലെ കൈലാസത്തിലേക്ക് ചെന്ന് നോക്കാം. ധ്യാനത്തിലിരിക്കുന്ന മഹാദേവനരികിൽ നിൽക്കുന്ന നന്ദിദേവൻ എന്താണ് പറയുന്നതെന്ന് ആദ്യം കേൾക്കാം. ശംഭോ മഹാദേവ, പരമേശ്വര, മിഴികൾ തുറന്നാലും ദേവ. എന്താണ് നന്ദി, നമ്മുടെ ധ്യാനത്തിന് ഭംഗമുണ്ടാക്കുന്ന പതിവ് അങ്ങക്ക് ഇല്ലല്ലോ. ഇത്രയും പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് അങ്ങക്ക് പറയാനുള്ളത്? അങ്ങകലെ ദക്ഷിണദേശത്ത് വല്യാങ്കിരി മലയിൽ അങ്ങയെ പൂജിച്ചു കഴിയുന്ന, അങ്ങയുമായി ഒന്നാവാൻ ആഗ്രഹിക്കുന്ന പുണ്യാക്ഷി ദേവിയുടെ തേജസ് ഇങ്ങ് കൈലാസം വരെ വന്നു നിൽക്കുന്നു ദേവ. അത് അങ്ങ് അറിയുന്നില്ല മഹാദേവ. നന്ദേ, നാം അറിയുന്നുണ്ട്. പുണ്യാക്ഷിയുടെ നമ്മളോടുള്ള ഭക്തി, പ്രണയം എല്ലാം നമ്മെ പ്രസന്നനാക്കുന്നുണ്ട്. പുണ്യാക്ഷിക്ക് അരികിലേക്ക് നാം ഉടൻ തന്നെ പുറപ്പെടുന്നുണ്ട്. ശംഭോ മഹാദേവ. പുണ്യാക്ഷിയുടെ പ്രാർത്ഥന മഹേശ്വരൻ കേട്ടിരിക്കുന്നു. പുണ്യാക്ഷിയും ദേവനും ഒരുമിക്കുന്ന ആ ദിനം ഇനി വിദൂരമല്ല. അല്ല, നാരദരല്ലേ ആ വരുന്നത്? നാരായണ നാരായണ. എന്താണ് നന്ദീശ്വര കൈലാസത്തിലെ വിശേഷങ്ങൾ? പ്രണാമം നാരദരെ. ഒരു വലിയ വിശേഷം തന്നെയുണ്ട് ഇപ്പോൾ കൈലാസത്തിൽ. മഹാദേവൻ പുണ്യാക്ഷി ദേവിയുടെ ഭക്തിയിലും പ്രണയത്തിലും പ്രസന്നനായി ദക്ഷിണത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. നാരായണ നാരായണ, എന്താണ് നാം ഈ കേൾക്കുന്നത്? കാര്യം പുണ്യാക്ഷി ദേവിയുടെ പ്രാർത്ഥനയും പ്രണയവുമെല്ലാം പ്രശംസനീയവും അത്ഭുതാവഹവുമാണ്. എന്നിരുന്നാലും ദേവിക്കരികിലേക്ക് മഹാദേവൻ പോവുക എന്നത് അത് വേണ്ടെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതെന്താണ് നാരദരെ അങ്ങ് ഇങ്ങനെ പറയുന്നത്? ദേവൻ പുണ്യാക്ഷി ദേവിയുടെ അരികിൽ നിന്ന് തിരികെ കൈലാസത്തിലേക്ക് വന്നില്ലെങ്കിലോ നന്ദി? അല്ല, നമുക്ക് അങ്ങനെയൊരു സന്ദേഹമുണ്ടെന്ന് പറഞ്ഞതാണ്. നാരായണ നാരായണ. അയ്യോ നാരദരെ, അങ്ങനെ സംഭവിച്ചാൽ അത് വളരെ വലിയ ക്ലേശമാകുമല്ലോ. നാം ഇനി എന്തു ചെയ്യാം?
പ്രശ്നനിവാരണത്തിനായി നമുക്ക് ബ്രഹ്മദേവനരികിലേക്ക് പോകാം. വരൂ നന്ദി. നാരായണ നാരായണ. ഓം നമ ശിവായ. നാരദരും നന്ദീശ്വരനും കൂടി ബ്രഹ്മലോകത്തേക്ക് പോവുകയാണല്ലോ. നാരദരുടെയും നന്ദിയുടെയും മനസ്സിലുള്ള സന്ദേഹത്തിന് ഒരു പരിഹാരം കാണാൻ ബ്രഹ്മദേവൻ സഹായിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പ്രണാമം പിതാശ്രീ. പ്രണാമം ബ്രഹ്മദേവ. പ്രണാമം നാരദ. പ്രണാമം നന്ദി. ഇരുവരും ചേർന്ന് ബ്രഹ്മലോകത്തിലേക്ക് വരാനുള്ള ഹേതു എന്താണ് പുത്ര നാരദ? മഹാദേവൻ പുണ്യാക്ഷി ദേവിക്കരികിലേക്ക് പോവുകയാണ് പിതാവേ. സ്വാമി തിരികെ കൈലാസത്തിലേക്ക് വന്നില്ലെങ്കിൽ പുണ്യാക്ഷി ദേവിക്ക് അരികിൽ തന്നെ വസിക്കാൻ ആഗ്രഹിച്ചാൽ നാം എന്ത് ചെയ്യും ബ്രഹ്മദേവ? നാം അറിയുന്നുണ്ടെല്ലാം. എന്നാൽ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നതല്ല. ലോകമായക്കരികിൽ ചെന്നാലും ദേവി ഒരു പോംവഴി കാണിച്ചു തരാതിരിക്കില്ല. നന്ദി പിതാവേ. ഉടൻ തന്നെ ലോകമായക്കരികിലേക്ക് പോകാൻ നമുക്ക് അനുവാദം നൽകിയാലും? അതെ ബ്രഹ്മദേവ, അനുവാദം നൽകിയാലും. അമ്മേ നാരായണ. ലോകമായയുടെ ലീലകൾ അത് അത്ഭുതാവഹങ്ങൾ തന്നെയാണ് എപ്പോഴും. എന്തായാലും ബ്രഹ്മലോകത്ത് നിന്ന് ലോകമായക്കരികിലേക്ക് പോകുന്ന നാരദരുടെയും നന്ദിദേവനുമൊപ്പം ദേവലോകാധിപതി ദേവേന്ദ്രനുമുണ്ടെന്നാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ. എങ്ങനെയാണ് ലോകമായ ഇവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുന്നതെന്ന് നോക്കാം. ദേവി മഹാമായേ, നാരദന്റെ പ്രണാമം സ്വീകരിച്ചാലും? പ്രണാമം ദേവി മഹാമായേ. പ്രണാമം ദേവി. മോരും നമ്മെ തേടി വന്നതിന്റെ ഹേതു നാം അറിയുന്നു. എല്ലാം അറിയുന്നവളല്ലേ ദേവി അങ്ങ്? നാരായണ നാരായണ. മഹാദേവന്റെ ദക്ഷിണത്തിലേക്കുള്ള യാത്ര അത് തടയണം ദേവി. അങ്ങേക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിനെ തടുക്കാൻ നമുക്കാകില്ല അന്തർദേവ. അദ്ദേഹം യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ദേവി, ഇനി നമുക്ക് എന്ത് ചെയ്യാനാകും? ആദ്യം പുണ്യാക്ഷി ദേവി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. വരൂ. പുണ്യാക്ഷി ദേവി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കും നോക്കാം. ദേവി തുടർച്ചയായി ശിവാരാധന ചെയ്യുകയാണല്ലോ. ഇതിനിടയിൽ മഹാദേവനോട് ദേവി എന്താണ് പറയുന്നത്? വരൂ, നമുക്ക് കേട്ടു നോക്കാം. മഹാദേവ, പരമേശ്വര, ഇനിയും കാത്തിരിപ്പിന്റെ ദിനങ്ങൾ എണ്ണാൻ ഈ ഉള്ളവൾക്ക് ത്രാണിയില്ല ദേവ. നാളെ സൂര്യോദയത്തിനു മുൻപായി അങ്ങ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഉള്ളവൾ പ്രാണൻ വെടിയുക തന്നെ ചെയ്യും. ഓം നമ ശിവായ. പുണ്യാക്ഷി ദേവി എടുത്ത ഈ തീരുമാനം അത് അതികഠിനം തന്നെയാണല്ലോ. മഹാമായയുടെ ലീല എന്താണെന്ന് നോക്കാം ഇനി. പുണ്യാക്ഷി ദേവിയുടെയും മഹാദേവന്റെയും സമാഗമം നടക്കാതിരിക്കാൻ ഒരു കർപ്പൂരമല നാം തീർക്കുന്നതായിരിക്കും. നിങ്ങൾ സമാധാനത്തോടെ തിരികെ പോയാലും. കർപ്പൂരമലയോ? എന്താണ് മഹാമായെ അങ്ങ് പറയുന്നത്? ലോകമായയുടെ ലീലകളാണെല്ലാം. സ്വർഗാധിപ, ഇനി നമുക്ക് ധൈര്യമായി വിടവാങ്ങാം. നാരായണ നാരായണ. നൽകിയാലും ദേവി? ഓം ഹ്രീം ശ്രീം മായാദേവ്യൈ നമഃ. ലോകമായയുടെ ലീലകൾ എന്നും എവിടെയും എപ്പോഴും ഏതു യുഗത്തിലായാലും അത്ഭുതം നിറഞ്ഞത് തന്നെയാണ്. പുലരാൻ ഇനിയും നാഴികകൾ ബാക്കിയുള്ളപ്പോൾ വെള്ളിയങ്കിരി മലയ്ക്കരികിലായി പുണ്യാക്ഷി ദേവിക്ക് കാണാനാകുന്ന വിധം ഒരു വലിയ കർപ്പൂരമല തന്നെ തീർത്തല്ലോ ദേവി. കത്തിജ്വലിക്കുന്ന ആ മലയുടെ പ്രകാശം സൂര്യ തേജസ്സിനേക്കാൾ ഒട്ടും തന്നെ കുറവല്ല. എങ്ങും നോക്കൂ, പ്രഭാതം പൊട്ടിവിടർന്ന പ്രതീതി. സൂര്യദേവൻ കിഴക്കുതിച്ചുയരുന്ന പോലെ. നോക്കൂ, നേരം പുലർന്നെന്നും എന്നിട്ടും താൻ കാത്തിരുന്ന മഹാദേവൻ വന്നില്ലല്ലോ എന്ന വ്യസനത്തിൽ പുണ്യാക്ഷി ദേവി മൂകയായിരിക്കുന്നു. മഹാദേവ, പരമേശ്വര, എന്തൊരവസ്ഥയാണിത്? സൂര്യദേവനല്ലേ അത്? നേരം പുലർന്നെന്നോ? ഈയുള്ളവൾക്ക് പ്രിയപ്പെട്ടവൻ പരമേശ്വരൻ വന്നില്ലെന്നോ? ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അടിയൻ അഗ്നിദേവനെ പുണരാൻ
പോവുകയാണ് ദേവ. ഈ ഉള്ളവൾ ഈ ദേഹം പിടിയാൻ പോകുന്നു. വിശ്വനാഥ, നീലകണ്ഠ, എന്താണിത്? അവിടുത്തെ പരമഭക്തയായ അങ്ങയുടെ പ്രണയഭാജനമാകാൻ ആഗ്രഹിച്ച അങ്ങയെ കാത്തിരുന്ന ദേവി പുണ്യാക്ഷി സ്വന്തം ദേഹം വെടിഞ്ഞുവെന്നോ? അങ്ങയുടെ ദർശന സൗഭാഗ്യത്തിന് മുൻപേ സ്വന്തം ശരീരം അഗ്നിദേവനിൽ അർപ്പിച്ചുവല്ലോ. അസഹനീയം തന്നെ ഈ കാഴ്ച. ലോകമായി ശക്തി നൽകിയാലും എല്ലാം അറിയുന്ന മഹാദേവനും അറിഞ്ഞല്ലോ ഇത്. ദേവൻ എന്താണ് പറയുന്നതെന്ന് ശ്രവിക്കാം. എന്താണ് നാം ഈ കാണുന്നത്? നേരം പുലർന്നെന്നോ? പുണ്യാക്ഷി ദേവി ഈ ലോകം വിട്ടു പോയെന്നോ? ഇത് അസഹനീയം തന്നെ. മഹാമായയുടെ ലീലകളിൽ ക്ഷണികമായെങ്കിൽ പോലും ജഗദീശ്വരൻ പോലും അകപ്പെട്ടു പോകുന്നുവല്ലേ. ഓം നമഃശിവായ. മഹാദേവൻ മല കയറി ചെന്ന് ധ്യാനമഗ്നനായിരിക്കുന്നല്ലോ. കൈലാസമല്ലാതൊരിടത്ത് ദേവൻ ധ്യാനലീലനായിരിക്കുന്നത് അവിശ്വസനീയമാണ്. നാരദമുനി എന്താണിതിനെപ്പറ്റി പറയുന്നതെന്ന് കേൾക്കാം. നന്ദി, ദേവേന്ദ്ര, ലോകമായയുടെ ലീലകളിൽ നിന്നും ആരും മുക്തരല്ല. ലോകമായയുടെ ശക്തി ഭക്തർക്ക് കാണിക്കാൻ പരമേശ്വരൻ പോലും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. വരൂ, നമുക്ക് ദേവനരികിലേക്ക് പോകാം. നാരായണ നാരായണ. ശംഭോ മഹാദേവ. നാരദരും നന്ദീശ്വരനും ദേവേന്ദ്രനും ഇതാ വെള്ളിയങ്കിരി മലയിൽ എത്തിയിരിക്കുന്നു. ധ്യാനത്തിൽ നിന്നുണർന്നിരിക്കുന്ന ദേവന് തൊട്ടരികിലായി നിന്ന് നാരദരെന്തോ പറയുന്നുണ്ടല്ലോ. നമുക്ക് കേട്ടുനോക്കാം. മഹാദേവൻ ഏതൊരിടത്താണോ സ്വയം ധ്യാനലീലനായി വളരെ നേരം ഇരിക്കുന്നത്, ആ സ്ഥലം കൈലാസമായി മാറുക തന്നെ ചെയ്യുന്നു. ദേവൻ വളരെയധികം സമയം ധ്യാനത്തിലിരുന്ന ഈ വെള്ളിയങ്കിരിമല ഇന്നു മുതൽ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുമെന്ന് തീർച്ചയാണ്. നാരായണ നാരായണ. ശംഭോ മഹാദേവ. അവർക്കും മൂവർക്കും അരികിലേക്ക് നടന്നു ചെന്ന് ദേവനും പറയുന്നത് അത് തന്നെയാണല്ലോ. മഹാദേവ, എല്ലാം അങ്ങയുടെ ലീലകൾ. നാരദർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നു മുതൽ 7 മലകളുടെ ഈ സമുച്ചയം, ഈ വെള്ളിയങ്കിരി മല ദക്ഷിണ കൈലാസം എന്ന് തന്നെ അറിയപ്പെടും. ദേവി പുണ്യാക്ഷി കന്യാകുമാരി ദേവി എന്ന പേരിൽ പ്രസിദ്ധി നേടും. ഭക്തരാൽ ആരാധിക്കപ്പെടും. ജയ ദേവി പുണ്യാക്ഷി, ജയ ശിവശങ്കര. ജയ ദേവി പുണ്യാക്ഷി, ശംഭോ മഹാദേവ. ജയ ദേവി പുണ്യാക്ഷി, ഹര ഹര മഹാദേവ. ഓം നമഃശിവായ. ശംഭോ മഹാദേവ. പുണ്യാക്ഷി ദേവിയുടെയും പരമേശ്വരന്റെയും പരമപവിത്രമായ കഥ ശ്രവിച്ച എല്ലാ സുമനസ്സുകൾക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വൈഗയുടെയും ടീമിന്റെയും നന്ദി. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ.